മലപ്പുറം താനൂർ ഹാർബറിൽ മലിനജലവും മാലിന്യവും കെട്ടിക്കിടക്കുന്നു. തുറമുഖത്തോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ശുചീകരണ പ്രവൃത്തികൾ നടത്താത്തതും ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമം ആക്കാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. ദിനേന ആയിരങ്ങൾ വരുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമാണിത്. വർഷങ്ങളായുള്ള പ്ലാസ്റ്റിക് മാലിന്യവും മത്സ്യമാലിന്യവും മലിനജലവും ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. മൂക്ക് പൊത്തിയല്ലാതെ ഇതുവഴി സഞ്ചരിക്കാനോ ഇവിടെ ജോലി ചെയ്യാനോ ആകില്ല. രണ്ടായിരത്തി 2021 നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഹാർബർ 2024 പൂർത്തിയായിട്ടില്ല. പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ വൻ പരാജയമാണെന്ന് പറയേണ്ടി വരും. ഒരു ഭാഗത്ത് മലിനജലം കെട്ടിക്കിടന്ന് നാറുന്നു, മറുഭാഗത്ത് മത്സ്യമാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം വേറെ. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് നാം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ ഇവയെല്ലാം സഹിച്ചാണ് ഇതിനിടയിൽ ജോലി ചെയ്യുന്നത്. നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമല്ല നിലവിൽ ഹാർബറിലുള്ളത്. നിങ്ങൾക്ക് ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്ന വിഷയമാണ്. വളരെ ഭയാനകരമാണ്. മാറാ രോഗങ്ങളാണ്. നിപ്പ പോലുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെയൊക്കെ രോഗങ്ങൾ വന്നാൽ വിട്ടുപോകാൻ വലിയ പ്രയാസമാണ്. ഇവിടെ അത്രത്തോളം ചളിയാണ് ഇവിടെ കെട്ടുകിടക്കുന്നത്. ഉദ്ഘാടനം കഴിച്ച് ഈ ഹാർബർ അങ്ങനെ ഇട്ടുന്നതാണ്. ഇതിന്റെ സ്വച്ഛാവസ്ഥ ഇതുവരെക്കും പരിഗണിച്ചിട്ടില്ല. ഒരാൾക്ക് മുത്തരപ്പുര പോകാണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് പോകണം ഒരാൾക്ക്. ഇവിടെ ഇത് പണി തീർത്തിട്ടുണ്ട് ഉദ്ഘാടനം കഴിക്കാതെ. വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസപ്പെട്ടാണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. ഹാർബറിൽ വരുന്നവർക്ക് ശുചിമുറിയോ കുടിവെള്ളമോ ഇല്ല. ഡ്രൈനേജ് സംവിധാനവും കാര്യക്ഷമമല്ല. മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇന്ധനം നിറക്കാൻ പെട്രോൾ പമ്പ് ഹാർബർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും യാഥാർത്ഥ്യമായില്ല. മാലിന്യ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട താനൂർ നഗരസഭ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായില്ലെങ്കിലും ഹാർബറിലേക്കുള്ള പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തിടുക്കത്തിലാണ് അധികാരികൾ. അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഉടൻ തന്നെ പണപ്പിരിവ് ആരംഭിക്കുമെന്നാണ് വിവരം. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതാണ് താനൂർ ഹാർബറിലെ മാലിന്യ പ്രശ്നം രൂക്ഷമാക്കിയത്. പ്രദേശവാസികൾക്ക് പറയാനുള്ളത്: നിങ്ങൾക്കറിയാം, ഡ്രൈനേജുകൾ അശാസ്ത്രീയമായ പണി കൊണ്ട് വെള്ളം കെട്ടി നിന്നുകൊണ്ട് കുയ്യായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ടോൾ പിരിവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബാത്റൂം എത്ര വൃത്തിയുണ്ടാവും ഇവിടുത്തെ? ഇങ്ങനെ കണ്ടാൽ അറിയാലേ ഇതൊരു ഹാർബറാണെന്നല്ലേ മനസ്സിലാക്കാൻ പറ്റോ? അങ്ങനത്തെ ഈ ഹാർബറിൽ നിങ്ങൾ പൈസ പിരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഹാർബറാക്കി ഉണ്ടാക്ക്, എന്നിട്ട് നിങ്ങൾ പൈസ 100 രൂപ വാങ്ങി 150 രൂപ വാങ്ങ്. അതാണ് മര്യാദ വേണ്ടിയത്. ഇതൊരു ഹാർബറല്ല. ഈ മന്ദിരിനോടും പറയണം ഇത് ഇതേമാതിരി ഒരു കെട്ടിടം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടാൻ, എന്നാലും ഹാർബറാവുള്ളൂ. ഇതൊരു തീപ്പെട്ടി പാറാന്ന് പറയും, അല്ലെ മോർച്ചറി പാറാന്ന് പറയും. ഹാർബറായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. മാലിന്യം പേറി എത്ര നാളായി ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ദുരിതം അനുഭവിക്കുന്നു. ശുദ്ധമായ മത്സ്യമായി വരുന്ന മത്സ്യങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിൽ നിന്ന് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് താനൂർ ഹാർബറിന്റെ അവസ്ഥ. ഇവിടെ ടോയ്ലറ്റ് സംവിധാനമില്ല. ആള് കിണറ്റി വീകണ്, ഒരു സൗകര്യമില്ല. ഇവിടെ പൈപ്പൊന്നുമില്ല, ഒരു പൈപ്പില്ല. ആള് കഴിയാൻ പള്ളിക്കുളത്തിൽ പോണം. അപ്പോൾ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.